ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ടെറസിലെ ഇപ്പോഴുള്ള കുറച്ച് പച്ചക്കറികളാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ പദ്മിനി ഇരിഞ്ഞാലക്കുട. എൻ്റെ ടെറസിലിപ്പോൾ വൈകിയാണ് കാബേജൊക്കെ നടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഫ്ലവറിങ് ആവണുള്ളൂ, ഫോർമേഷൻ ആയിട്ടുണ്ട്. ഇത് എൻ്റെ കാബേജ് ചെടിയാണ്. ഇത് എൻ്റെ ചെടികൾ. സ്ട്രോബെറി ഒന്നും പൂത്തിട്ടില്ല. സ്ട്രോബെറിയൊക്കെ നന്നായി നിൽക്കുന്നുണ്ട്, പൂവായിട്ടില്ല. എൻ്റെ അന്ന് നട്ട പച്ചമുളക്, വെള്ള ഉണ്ട പച്ചമുളകിനാണ്. എല്ലാത്തിനും നന്നായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം നല്ല ഗ്രോത്തിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ പിന്നെ പ്രത്യേകിച്ചുള്ളൊരു വിശേഷം, എനിക്ക് ഈ പ്രാവശ്യം ഞാൻ 2 ക്യാപ്സിക്കമാണ് നട്ടത്. പക്ഷെ ഒരു ക്യാപ്സിക്കം ചെടിയിൽ നല്ല നല്ല വലുപ്പത്തിൽ തന്നെയുള്ള ക്യാപ്സിക്കം ഉണ്ടായിട്ടുണ്ട്. ഇനി പൂക്കളുണ്ട്, അപ്പം ഉണ്ടാവും. ചെടിക്ക് വലിയ കുഴപ്പമില്ല, ഗ്രോത്ത് ഉണ്ട്. അതുമായി തന്നെ എൻ്റെ വെള്ള ഉണ്ട പച്ചമുളകിൻ്റെ തൈക്കളാണ് ഇതൊക്കെ. അന്ന് ഞാൻ വെച്ച തൈക്കളാണ്. ഇതെല്ലാതും പൂവൊക്കെ നല്ല ഹെൽത്തി തന്നെ ആയിട്ട് നിൽക്കുന്നുണ്ട് പ്ലാന്റുകൾ. ഇതും അതെ, കുറേ മുളക് തൈക്കൾ കുറേ ഉണ്ട്. മുളകിനോട് എനിക്ക് കുറച്ച് പാഷൻ കൂടുതലാണ്, അതുകൊണ്ട് എനിക്ക് മുളകുകളുണ്ട്. അതുമാതിരി തന്നെ കാബേജൊക്കെ ഫോർമേഷൻ ആവുന്നുള്ളൂ. ഇതും വെള്ള മുളകാണ്. ഇത് കാണാം, വെള്ളമുളക് തൈക്കള് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. വെള്ളീച്ചയുടെ ശല്യമൊന്നുമില്ല. ഞാൻ എപ്പോഴും നന്നായി കെയർ ചെയ്യും മുളക് ചെടികളെ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ശല്യങ്ങളൊന്നും ഇല്ല. ഇതെൻ്റെ ഉജ്ജ്വലയുടെ ഇതാണ്, നല്ല മാതിരി ഉണ്ടാവുന്നുണ്ട്. തൈ ഉണ്ടായി. ആദ്യത്തെ തന്നെ ഇത് പഴുത്തു തുടങ്ങി. പിന്നെ അടുത്തുള്ള കൊലകളൊക്കെ വന്നിട്ടുണ്ട്. അടുത്തുള്ള കൊലയായിട്ടല്ലേ വരിക ഉജ്ജ്വല, അതേമാതിരിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കോളിഫ്ലവറിൻ്റെ ആവണുള്ളൂ. ഇത് കാബേജ് ഫോർമേഷൻ ആയിട്ടുണ്ട്. കാബേജിൻ്റെ ഹെഡ് ഫോം ചെയ്തു തുടങ്ങി. ഇതൊക്കെ കോളിഫ്ലവർ ആണെങ്കിൽ ആവുന്നുള്ളൂ. ലൈറ്റായിട്ടാണ് വെച്ചത്. ലൈറ്റ് ആയതുകൊണ്ട് എങ്കിലും ഉണ്ടാവും. ഫെബ്രുവരി ആവുമ്പോഴത്തേന് നമുക്ക് അതിൻ്റെ ഈൻഡിങ് ഒക്കെ കിട്ടും. പിന്നെ എൻ്റെ സാധാരണ മുളകുകൾ, എൻ്റെ മുളക് തൈക്കളെ ഞാൻ അങ്ങനെ കളയില്ല. മുളക് എപ്പോഴും പച്ചമുളകിൻ്റെ തൈക്കൾ ധാരാളം ഉണ്ടാവും. ഒക്കെ ഇപ്പോൾ പറിച്ചതാണ്. ഓരോരുത്തരും ആവശ്യക്കാർ വരുന്നതിനനുസരിച്ച് ഞാൻ പറിച്ചു കൊടുക്കും. നമ്മളെ ആവശ്യം കഴിഞ്ഞിട്ടും പിന്നെയും ഉണ്ടാവുന്നുണ്ടല്ലോ പച്ചമുളക്. വെണ്ടയ്ക്ക ഇതൊക്കെ പറിക്കാറായി. ഇതും വെണ്ട പറിക്കാറായി. ഇതെൻ്റെ വെള്ളമുളക് തന്നെയാണ്. വെള്ളമുളക് കണ്ട ഹെൽത്തി പ്ലാന്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നിറയെ പൂവൊക്കെ ആയിട്ട് ഫസ്റ്റ് ഈൽഡിങ് ആവുന്ന പ്ലാന്റാണ് ഇതൊക്കെ. ഇപ്പോൾ വെച്ച പ്ലാന്റുകളാണ് ഇതെല്ലാം. അതും കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഈ പ്ലാന്റ്സും വെള്ള ഉണ്ട മുളകിൻ്റെയാണ്. പിന്നെ ഇത് കാബേജ് വേറെ ഒരെണ്ണം ഫോർമേഷൻ ആവുന്നുണ്ട്. പിന്നെ ഇതൊക്കെ വലിയ പച്ചമുളക് ഉണ്ടാവുന്നതാണ്. പക്ഷെ അതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പം പുതിയതായിട്ട് പൂവൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഞാൻ കയ്പ ഇങ്ങനെ പടർത്താണ്. കയ്പ മത്തനൊക്കെ ഗ്രോ ബാഗിൽ തന്നെ പടർത്താറുണ്ട്, ഉണ്ടാവാറുണ്ട് എനിക്ക്. എൻ്റെ പുതിന ചെടിയൊക്കെ പിന്നെ കാടാണ്. പുതിനകളെപ്പോഴും നിറയെ ഉണ്ടാവും. നമ്മൾ അത്ര അധികം ഉപയോഗിക്കുന്ന സാധനമല്ലല്ലോ. പക്ഷെ ഇതൊക്കെ എൻ്റെ വലിയ പച്ചമുളക് തന്നെയാണ്. അത് കഴിഞ്ഞ ബാച്ചിൽ ഉണ്ടായിരുന്ന മുളക് തന്നെയാണ്. അതുമുതൽ ഇനിയും ഉണ്ടാകുന്നുണ്ട്, അത് കളയാറായിട്ടില്ല. ഇതൊക്കെ ഇപ്പോൾ വെച്ച പച്ചമുളകും തൈക്കളാണ്. ഇത് വെള്ള കാന്താരിയാണ്. ഇത് വെള്ള ഉണ്ടമുളകിൻ്റെ തന്നെയാണ്. ഇത് തൈ ഇപ്പോൾ വെച്ചിട്ട് പൂവ് ആവണുള്ളൂ.
ഇത് വലിയ മുളകിൻ്റെയാണ്. ഗ്രോ ബാഗിൽ നിന്ന് വെച്ച ആ പടവലം മേലോട്ട് കയറിയിട്ട് ഇതിൽ കണ്ടില്ലേ നിറയെ പടവലങ്ങ ഉണ്ടായിട്ടുണ്ട്. 3, 6, 8, 9. പിന്നെ ഇനി ചെറുതുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ ചെറിയ പടവലങ്ങകൾ ഉണ്ട്. ഇത് മിനിയേച്ചർ ടൈപ്പ് പടവലങ്ങയാണ്. ആ ലെങ്ത് കൂടുതലുള്ളതല്ല. പക്ഷെ നമ്മളൊരു കണ്ടുവാ ഗ്രോ ബാഗിൽ ഇത് കണ്ട പുഴുക്കേട് പച്ചപ്പുഴു വന്ന് തിന്ന കാരണം കൊണ്ട് ഞാൻ അതിനൊക്കെ കളഞ്ഞിട്ട് ഉള്ളതാണ്. എന്നാൽ അവിടെ ഒരു ബലം പിടിച്ചു. പടവലങ്ങയ്ക്ക് അതാണ് ഏറ്റവും വലിയൊരു ദോഷം. എപ്പോഴും പച്ചപ്പുഴു ഉണ്ടാവും. അതിനെ എല്ലാ ദിവസവും ഇലയുടെ അടിയിൽ നിന്ന് പച്ചപ്പുഴുവിനെ പിടിച്ച് കൊന്നു കളഞ്ഞിട്ടാണ്. പച്ചപ്പുഴുവിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. ഇലകൾ തിന്നും. ഞാനിത് ഗ്രോ ബാഗിൽ തന്നെ നട്ട പടവലാണ് കേട്ടോ. അത് ഞാൻ നന്നായി അടിവെള്ളം ഇട്ടിട്ടാണ് വെച്ചത്. നന്നായി അടിവെള്ളം ഇട്ട് ഇലകളും ഗ്രോ ബാഗ് അല്ല ചാക്കിലാണ് വെച്ചത്. നന്നായി ഇലകളും ആട്ടുംകാട്ടും എല്ലാം അടിവെള്ളം നന്നായി ഇട്ടിട്ട് മണ്ണിട്ടിട്ടാണ് അതിനകത്ത് വിത്ത് പാവി തൈ മുളപ്പിച്ച് കുറച്ചായ തൈ ചെറിയ ബാഗിൽ നിന്ന് അങ്ങോട്ട് വെക്കുക ചെയ്തത്. പക്ഷെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നല്ല ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി തൈ കൂമ്പുകളൊക്കെ എങ്ങനെയായിട്ട് കയ്പക്കായ ആയി തുടങ്ങുന്നുള്ളൂ. ഇതൊക്കെ വേറെ കാന്താരി മുളകുകളാണ്. പിന്നെ ഇവിടെയും വെള്ള കാന്താരി ഉണ്ട്. പടവലം ഗ്രോ ബാഗിൽ തന്നെ പടവലം വെച്ചത് അന്ന് ഗ്രോ ബാഗിൽ ഉണ്ടാവുന്നുണ്ട്. മേലോട്ട് പടർത്തി. ഇത് വേറെ മുളക് തൈ തന്നെയാണ്. ഇതും അതേ വെള്ള ഉണ്ടമുളകിൻ്റെ തൈ തന്നെ. നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഉണ്ടായി തുടങ്ങണുള്ളൂ. തക്കാളി അധികം വെച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് തക്കാളിയൊക്കെ വെച്ചുള്ളൂ. അതൊക്കെ ഉണ്ട്. കായകൾ കുറേശ്ശൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇവിടെ പിടിച്ചു വരുന്നുണ്ട് കായകൾ. പൂവും കായകളൊക്കെ പിടിച്ചു വരുന്നുണ്ട്. ഇനി പുതിയതായിട്ട് ഞാൻ തക്കാളിയുടെ ഇപ്പോൾ വെച്ച് ചെടിച്ചട്ടികളിൽ വെച്ച് തൈക്കളുള്ളതൊക്കെ ഞാൻ എല്ലാതും ഞാൻ പറയാറുള്ള മാതിരി ഉണങ്ങിയില, ചാണകപ്പൊടി, മണ്ണ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് സ്യൂഡോമോണാസ് ഇട്ടിട്ടുണ്ട്. മുട്ട തൊണ്ട് ഉണക്കി പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഉണങ്ങിയ ചാണകപ്പൊടിയുണ്ട്. അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ വെക്കാറ്. ഇത് എൻ്റെ സാധാരണ കാന്താരി മുളക് പഴുത്തുമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സ്യൂഡോമോണസ് തെളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അതിൻ്റെയാണ് അതൊക്കെ. സ്യൂഡോമോണസ് കുറച്ചൊന്ന് കലക്കി തെളിച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് സ്യൂഡോമോണസ് കലക്കി തെളിക്കാറുണ്ട്. പയറൊക്കെ ഞാനിപ്പോൾ രണ്ടാമത് പടർത്തുന്നതാണ്. പടർന്ന് കയറുന്നുണ്ട്. ഇതും എൻ്റെ പച്ചമുളകിൻ്റെ കണ്ട നല്ല ഇത് വലിയ ഉണ്ടമുളകിൻ്റെയാണ്. പച്ച കളറിലുള്ള ഉണ്ടമുളകിൻ്റെ തൈയാണ്. ഇത് നല്ല പ്രോതി തന്നെ നിൽക്കുന്നില്ലേ. ഇതിൻ്റെ 2 അടീനിയം പൂവും അതിനിടയിലുണ്ട്. ഇതൊക്കെ വെള്ളക്കാന്താരിയൊക്കെ സൂക്ഷിച്ചു. വെള്ളക്കാന്താരിയുടെ ഇതൊക്കെ കഴിഞ്ഞു. ഇനി എൻ്റെ മുന്തിരി വെട്ടി നിർത്തിയിരിക്കണം. അപ്പം മുന്തിരിക്ക് നിറയെ കൂമ്പുകളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. എല്ലാം കട്ട് ചെയ്തതായിരുന്നു. ഇനിയിപ്പോൾ കൂമ്പ് വന്നാലാണ് നമുക്കതിൽ മൊട്ട് വരുള്ളൂ. ഇപ്പോൾ നിറയെ കൂമ്പുകൾ ഇങ്ങനെ പൊടിച്ച് വരുന്നുണ്ട്. അതിൽ മൊട്ടുകൾ കാണുന്നുണ്ട്. കണ്ടില്ലേ, മൊട്ടുകൾ കാണില്ലേ. പൂമൊട്ടുകൾ വരുന്നുണ്ട്. എല്ലാത്തിലും പൂമൊട്ടുകൾ വരുന്നുണ്ട്. നിറയെ പൊടിച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് പൊടിപ്പിച്ചതാ. പയറൊക്കെ പടർത്തി തുടങ്ങുന്നുള്ളൂ. കായ് ഉണ്ടാവുന്നുള്ളൂ. പയറ് പുതുതായി നട്ടത് ഇപ്പോൾ പടർത്തുന്നുള്ളൂ. കണ്ടില്ലേ, അതൊക്കെ പടർത്തുന്നുള്ളൂ.
എൻ്റെ മണിത്തക്കാളി ചെടിയാണ്. മണിത്തക്കാളി കണ്ടില്ലേ? മണിത്തക്കാളി ഇപ്പോഴും ഓരോ മണിത്തക്കാളി ചെടി വെക്കാറുണ്ട്. ഇത് ഒരു വഴുതനയാണ്. താഴെ നിറയെ പച്ചക്കറി ഉണ്ട് കേട്ടോ. ഇത് ടെറസിൻ്റെ മേലെയുള്ളതാണ്. ഇതൊക്കെ ടെറസിൻ്റെ മേലെയുള്ള പച്ചക്കറികളാണ്. ഇതൊക്കെ പയറൊക്കെ നാമ്പ് എടുക്കണം ഒക്കെ കണ്ടില്ലേ? പാത്രത്തിൽ നാമ്പ് എടുക്കുന്നുള്ളൂ. ഇതെല്ലാം പടർത്താനായിട്ട്. ഇതും എൻ്റെ പടർന്നുകൊണ്ടിരിക്കുന്ന പയറാണ്. ഇത് ചാക്കിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. കരിയിലൊക്കെ ഇട്ടിട്ടുണ്ട് ചൂട് അധികം തട്ടാതിരിക്കാൻ. 3 ചാക്കിൽ വെച്ചതാണ് ഇങ്ങനെ മേലോട്ട് പടർത്താനായിട്ട്. മുന്തിരികളിലൊക്കെ തളിർപ്പ് നന്നായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടുപോവാ, അതിലൊക്കെ പൂമൊട്ടും കണ്ടില്ലേ? മൊട്ടുകൾ വന്നു തുടങ്ങി. എല്ലാത്തിനും തളിരുകളിൻ്റെ ഇടയിൽ മൊട്ടുകളും ഉണ്ട്. കണ്ടില്ലേ? അതിപ്പോൾ കട്ട് ചെയ്തിട്ട് വന്നിരിക്കണേ. എൻ്റെ പയറുകൾ കണ്ടില്ലേ? ഉണ്ടാവാൻ തുടങ്ങി. വള്ളിപ്പയർ വെള്ളയുണ്ട്, ബ്രൗണും ഉണ്ട്. ഞാൻ ഗ്രോ ബാഗിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ? അതിൽ വെച്ചിട്ട് ഇങ്ങനെ പടർത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഉണ്ടാവാൻ തുടങ്ങി. ഇനി കുറേ നാളിത് ഉണ്ടാവും. എനിക്ക് പയർ നല്ല രീതിയിൽ ഉണ്ടാവാറുമുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന രീതി, നേരിട്ട് ഈ ഗ്രോ ബാഗിൽ വിത്ത് നടുകയല്ല ചെയ്യുന്നത് കേട്ടോ. ഞാനിങ്ങനെ ചെറിയ പാത്രത്തിൽ കണ്ടോ പയർ വിത്ത് നട്ട് മുളപ്പിക്കും. ഇത് ചെറിയ ചട്ടികളിലോ ഏതെങ്കിലും പാത്രത്തിലൊക്കെ ഇങ്ങനെ പയർ വിത്ത് നട്ട് മുളപ്പിക്കും. അതിൽ അടിവളമായിട്ട് ചാണകപ്പൊടിയും ചകിരിയുടെ പൊടിയില്ലേ, അപ്പോൾ കൊക്കോപീറ്റോ ചകിരിപ്പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതോ ചാണകപ്പൊടിയോ മണ്ണും കൂടെ ചേർത്ത് ഇത്തിരി ചൂടുമണച്ചിട്ട് കലക്കിയ മണ്ണിൽ തന്നെയാണ് ഈ വിത്തുകൾ ഇങ്ങനെ ചെറിയ പാത്രത്തിലായാലും പാകുക. അതിലടിയിൽ ചപ്പ് ചവറിൻ്റെ ഉണങ്ങിയ ഇല അടിയിൽ ഇട്ട് കൊടുക്കാറുണ്ട്. ഇതിങ്ങനെ നമുക്ക് എടുക്കുമ്പോൾ പെട്ടെന്ന് കിട്ടാനായിട്ടാണത്. ഇത് കഴിഞ്ഞിട്ട് ഇത് ഇപ്പോൾ കണ്ടുപോവാ, ഇതേമാതിരി ചെറിയ പ്ലാസ്റ്റിക് കവറിനകത്ത് ഇങ്ങനെ വെച്ചിരിക്കുക. അത് ഇത്രയ്ക്ക് തന്നെ വളർന്നു കൊണ്ടുപോവാ. പൂവൊക്കെ ആവാൻ തുടങ്ങി, തിരി നീട്ടാൻ തുടങ്ങി. കണ്ടോ, ചെറിയ ഗ്രോ ബാഗാണ്, തിരി നീട്ടാൻ തുടങ്ങി. ഇനി ഇത് ഞാൻ വലിയ ചാക്ക്, ഞാൻ പയർ വെക്കുന്നത് ചാക്കിലാണ്. ചാക്കിൽ നിറച്ച് ചപ്പിട്ട് ഉണങ്ങിയല ഇട്ടിട്ട് പിന്നെ നമ്മൾ മണ്ണ് സാധാരണ കൂട്ടണമായി തന്നെ ചാണകപ്പൊടിയും മണ്ണും ചകിരിയുടെ പൊടി, കൊക്കോപീറ്റ്, പിന്നെ കുമ്മായം അല്ലെങ്കിൽ നമ്മൾ സ്യൂഡോമോണസ് ഞാൻ ഇടുന്നു. അത് കോഴിമുട്ടയുടെ തൊണ്ട് പൊടിച്ചത് അതെല്ലാതും ചേർത്ത് നല്ല വളക്കൂറുള്ള അടിവളം നല്ല രീതിയിൽ ആട്ടുംകാട്ടുള്ളവർക്ക് ഉണങ്ങിയ ആട്ടുംകാട്ടിടാം. കോഴിക്കാഷ്ടം ഉണങ്ങിയത് കിട്ടുന്നവർക്ക് ഉണങ്ങി പൊടിച്ച കോഴിക്കാഷ്ടം ഇടാം. ഇതെല്ലാം ഇട്ട് വെച്ചതിലാണ് നമ്മൾ ചെടി നട്ടിട്ടാണ്. കണ്ടുപോവാ, നന്നായിട്ട് വരുന്നുണ്ട്. ഇല കണ്ട പുഴുക്കടൊക്കെ ഇലകളിൽ പച്ചപ്പുഴു വന്ന് കുത്തുന്നൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ നോക്കണം. അങ്ങനെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ വലിയ ചാക്കിലേക്ക്, ഇതെല്ലാം നിറച്ച ചാക്കിലേക്ക് ഇത് അങ്ങനെ തന്നെ ആ ഗ്രോ ബാഗ് പൊട്ടിച്ചിട്ട് അങ്ങോട്ട് വെക്കും. അപ്പം അടിയിൽ ചവറുള്ള കാരണം വേറെ ഒന്നും കംപ്ലൈൻറ്റ് വരാണ്ട് ഇതിലേക്ക് ഇറങ്ങി വരും. അപ്പം ഗ്രോ ബാഗ് നേരത്തെ നിറച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അതിനകത്താണ് പയർ കയറി നല്ല രീതിയിലുണ്ടാകും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വീട്ടമ്മമാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെറസിലായാലും ഒരു 3-4 ഗ്രോ ബാഗ് മാതിരി പാത്രത്തിലുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ തന്നെ പയറുണ്ടാവും. ഇങ്ങനെയുള്ള ലെങ്ത്തുള്ള പയറുകളാണ്. അതേമാതിരി നട്ട് പിടിപ്പിച്ച അങ്ങനെ വളർച്ചയായ ഇതാണ് ഇത്രയും വലിയ ചാക്കുകളിലേക്ക്, നമ്മൾ വളമിട്ട ചാക്കുകളിലേക്ക് പയറിങ്ങനെ വെച്ചേക്കണം. അപ്പോൾ പയർ വെച്ചിട്ട് വേണ്ട, പയറുമ്മൽ നന്നായിട്ട് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അതേമാതിരി തന്നെ വേറെ ചാക്കുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പയർ ലെങ്ത്തുള്ള പയറാണ്. അപ്പോൾ അത് 1-2 രണ്ടെണ്ണമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്തത് ഞാൻ 2 പയർ ഉണക്കിയതാണ്. എനിക്ക് ഈ പയറിൻ്റെ വിത്ത് എന്നിൽ അധികം ഇല്ല, നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞ വർഷത്തെ. അപ്പം അതുകൊണ്ടാണ് അത് ഞാൻ വീണ്ടും അതിൽ തന്നെ എടുത്ത് നമുക്ക് നടാവുന്നതാണല്ലോ. പെട്ടെന്ന് തന്നെ ഉണ്ടാവുമല്ലോ. പയർ എന്ന് പറഞ്ഞ സാധനം പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അപ്പം എൻ്റെ പയർ കണ്ടില്ലേ, എല്ലാം ഞാനിങ്ങനെ ചെറിയ പാത്രത്തിൽ വെച്ചിട്ട് അതൊരുമാതിരി തിരി നീട്ടുമ്പോഴാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ ചെയ്തുകൊണ്ട് എനിക്ക് നല്ല സക്സസ് ആണ്. അപ്പോൾ താല്പര്യം ഉള്ള വീട്ടമ്മമാർക്കും ഇതിങ്ങനെ ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ എൻ്റെ പയറുകൾ തൂങ്ങിക്കെടുക്കുന്നു, കണ്ടുവോ?
എല്ലാതുമ്മിലും പയർ എല്ലാ വർഷവും ഞാൻ നന്നായിട്ട് പയറുണ്ടാക്കാറുണ്ട്. ഇതേമാതിരി തന്നെയാണ് കണ്ടു. പയറിനൊക്കെ ഇങ്ങനെ പടർന്നു കയറുന്നുണ്ട്. പയറിന് കേടൊക്കെ വരും. അപ്പം നമ്മൾ അതിനനുസരിച്ച് ഇലയിൽ ചാഴി കൊത്തും, ചാടം വരും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതും കണ്ട ചാക്കിൽ വെച്ചിട്ട്, അങ്ങനെ വലിയ ചാക്കിൽ വെച്ചിട്ട് പയറിങ്ങനെ ചേർത്തതേ. താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതിങ്ങനെ ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് നമ്മളുടെ വീട്ടാവശ്യത്തിന് ഇഷ്ടം പോലെ പയർ നമുക്കുണ്ടാവും, ആവശ്യത്തിൽ കൂടുതൽ തന്നെ ഉണ്ടാവും. അപ്പം നിങ്ങൾ കൃഷിയോട് താല്പര്യമുള്ള ആൾക്കാർ ഇത് കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.